അവരെവിടെയാ? ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ശരിക്കും ഞങ്ങൾക്ക് തന്നെ ഉണ്ട് ഫ്രം 15,000 റുപ്പീസ് എല്ലാം കൂടെ കൂടിയുള്ള. ഞങ്ങൾക്ക് മുന്നേ 2 പേര് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഉണ്ണിക്കുട്ടനും അവൻ്റെ പേപ്പനും. ഇവിടെ ചേട്ടന്മാരുടെ അടുത്ത് കാണുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇവിടെ ഇല്ല. ഞങ്ങൾ ഇവരുടെ കൂട്ടത്തിൽ വെറുതെ പുറത്തോട്ട് ഇറങ്ങിയതാണ്. കള്ളക്കാശ്മലെ. ഓ തീർച്ചയായിട്ടും ചോദിച്ചോളൂ, സംശയങ്ങൾ പറഞ്ഞുതരാണല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്. ഇന്ന് ടോണിച്ചേട്ടൻ ഞങ്ങളെ സർപ്രൈസ് ആയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ശാന്തിപുരം ഇവിടെ ഒരു ചായക്കടയുണ്ട്, അവിടെയാണ് കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിവിടെ നേരത്തെ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല, നല്ല ചായയും അവിടുത്തെ കടികളും എല്ലാം നല്ല സൂപ്പറാണ്. പിന്നെ ഈ ചായക്കടയുടെ ഓപ്പോസിറ്റ് ഞാനൊരു അമ്പലത്തിൻ്റെ ഫ്ലെക്സ് കണ്ടപ്പോൾ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ചായ കുടിച്ചേക്കാമെന്ന് വെച്ച് കയറി. അവസാനം അങ്ങനെ അമ്പലത്തിൽ പോകാമെന്നുള്ള തീരുമാനത്തിലെത്തി. അറിഞ്ഞായിരുന്നെങ്കിൽ ഇപ്പം ചാടി വന്നേരെ. പുറത്തെത്തിയത് ഇവിടെ പാർക്കിംഗ് ഇവിടെ ആയിരുന്നു, പക്ഷെ ഇവിടെ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ പാർക്കിംഗ് ഇങ്ങോട്ട് വരും കേട്ടോ, നേരെ അങ്ങോട്ട് ഈ അമ്പലത്തിൻ്റെ പേര് ആലുമേക്കാവ് ഭഗവതി ക്ഷേത്രം എന്നാണ്. ഇവിടെ ഗ്രൗണ്ടിൽ കുറച്ച് കൊച്ചു പിള്ളേർ ഒന്ന് കളിക്കുന്നൊക്കെയുണ്ട്. പിന്നെ ദീപാരാധനയുടെ ഒരുക്കങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഈ തോരണങ്ങളും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ വന്നപ്പോൾ എന്താ പറയുക, മനസ്സിനെന്തോ ഒരു സന്തോഷം പോലെ. ക്ഷേത്രത്തിനകത്ത് തന്നെ എണ്ണയും തിരിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാനും ഉണ്ണിക്കുട്ടനും കൂടെ എണ്ണയും തിരിയൊക്കെ വാങ്ങി. പിന്നെ സാമ്പ്രാണി വാങ്ങിച്ചപ്പോൾ അവൻ എനിക്ക് തന്നില്ല, അവനത് ചൂച്ചു ട്രെയിനാന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അത് കാരണം ആകെ മൊത്തം നല്ല സമാധാനമുള്ളൊരു അന്തരീക്ഷം. ഈ അമ്പലത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. ഓം സർവമംഗളമംഗല്യേ ശരണ്യേ ത്രയംബകേ ദേവി. അങ്ങനെ ദീപാരാധനയൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി വീട്ടിലേക്ക്.